കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ ദയാവധത്തിന് അപേക്ഷ നൽകിയ ജോഷിയുടെ പണം ഈ മാസം 30-ന് മുൻപ് തന്നെ നൽകുമെന്ന് അധികൃതർ. 90 ലക്ഷം രൂപയിൽ 28 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി പണം ആവശ്യപ്പെട്ട് ജോഷി വീണ്ടും സമരത്തിനൊരുങ്ങിയതോടെയാണ് ബാങ്കിന്റെ അനുനയ നീക്കം. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, ജോഷിക്ക് നേരത്തെ ഉണ്ടായ ഒരു ധാരണ പ്രകാരം 28 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അതാണ് ജോഷിയുടേതായിട്ട് ആ ബാങ്കിലുണ്ടായിരുന്ന നിക്ഷേപം. ബാക്കിയുള്ളത് കുടുംബാംഗങ്ങളുടെയാണ്. അങ്ങനെയാണ് 90 ലക്ഷം രൂപ. ബാക്കി തുക എപ്പോൾ നൽകും എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയായോ? ജോഷി ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധത്തിനൊരുങ്ങുകയായിരുന്നു. തീർച്ചയായും ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 4 മാസം മുമ്പ് മന്ത്രി വി.എൻ. വാസവൻ നൽകിയൊരു ഉറപ്പുണ്ടായിരുന്നു. ഏപ്രിൽ 30-ന് മുമ്പ് ഈ പണം നൽകാമെന്നുള്ളത്. അത് 30-ാം തീയതി ആകുന്നു. അത് ഇതുവരെയും ആ പണം പൂർണ്ണമായും തിരികെ കിട്ടാത്തതിനെ തുടർന്നാണ് ഇന്ന് കരുവന്നൂർ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലെത്തി ജോഷി ഒരു സമരത്തിന് മുതിർന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പണത്തിന് വേണ്ടി ബാങ്ക് കയറി ഇറങ്ങുകയാണ്. ഇതുവരെയും ധാരണയാകാത്തതിനെ തുടർന്നാണ് ഇന്ന് മാപ്രാണം ശാഖയ്ക്കുള്ളിൽ കയറി ഇവിടെ വസ്ത്രം ഉരിഞ്ഞ് പ്രതിഷേധിക്കും എന്നുള്ളൊരു ഭീഷണി മുഴക്കിയത്. അതിനെ തുടർന്നാണ് ബാങ്കിന്റെ ഉന്നത അധികൃതരെയൊക്കെ വിളിച്ച് ഒരു ചർച്ച 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയത്. ഈ 1 മണിക്കൂർ ചർച്ചയിലാണ് 30-ാം തീയതിക്കുള്ളിൽ ജോഷിക്ക് കിട്ടാനുള്ള പണം പൂർണ്ണമായും തിരികെ നൽകാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 90 ലക്ഷം രൂപയാണ് ജോഷിയുടേതും ജോഷിയുടെ കുടുംബക്കാരുടേതുമായി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. ആദ്യഘട്ടത്തിലെ സമരത്തിന്റെ ഭാഗമായി 28 ലക്ഷം രൂപയും അതിന്റെ പലിശയും അടക്കം നൽകിയിരുന്നു. പിന്നീടുള്ള തുകയാണ് ഈ 30-ാം തീയതിക്കുള്ളിൽ നൽകാമെന്നൊരു ധാരണയുണ്ടായിരുന്നത്. അത് ലംഘിക്കപ്പെട്ടതോടെയാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. എന്തായാലും ഈ അന്തിമ ചർച്ചയിൽ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ പണം പൂർണ്ണമായും മടക്കി നൽകാമെന്നുള്ള ധാരണയുടെ പുറത്ത് ജോഷി താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. 30-നുള്ളിൽ പണം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ജോഷി. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.